നല്ല സ്വരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഏറ്റവും ആദ്യം നമ്മൾ ചിന്തിക്കുന്ന ഇതാണ്: വളർത്തുന്ന ദൈവം, തകർക്കുന്ന മനുഷ്യൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ആഗ്രഹമാണ് നമ്മളെ അനുഗ്രഹിച്ച് വളർത്തി വലുതാക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ വലിയ ഒരാഗ്രഹമാണ്. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് വായിക്കുന്നുണ്ട്. പുറപ്പാട് 7:1 കർത്താവ് മോശയോട് പറഞ്ഞു, ഇതാ ഞാൻ ഫറവോയ്ക്ക് നിന്നെ ദൈവത്തെ പോലെ ആക്കിയിരിക്കുന്നു. അപ്പം ദൈവത്തിൻ്റെ ആഗ്രഹമാണ് വളർത്തി ദൈവത്തെ പോലെ അത്രയും ഉയരത്തിലേക്ക് നമ്മളെ വളർത്തി കൊണ്ടുവരണം എന്നുള്ളതാണ് നമ്മുടെ ദൈവത്തിൻ്റെ ആഗ്രഹം. ജെറമ്യായുടെ പുസ്തകം 3-ാം അധ്യായം 19-ാമത്തെ തിരുലിഖിതം: എൻ്റെ മക്കളോട് കൂടെ നിന്നെ പാർപ്പിക്കാനും സകല ജനതകളിൽ വെച്ച് ഏറ്റവും ചേതോഹരമായ അവകാശം നിനക്ക് നൽകാനും ഞാൻ എത്രയേറെ ആഗ്രഹിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ വലിയൊരു ആഗ്രഹമാണ് ഏറ്റവും നല്ലത് തരണം. ഇപ്പം എന്നെക്കുറിച്ച് എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നതാണ്. ഇതുവരെ ലോകത്തിൽ പലർക്കും കൊടുത്തിട്ടുണ്ട്. സോളമന് കൊടുത്തിട്ടുണ്ട്, ദാവീദിന് കൊടുത്തിട്ടുണ്ട്, യേശയ്യായ്ക്ക് കൊടുത്തിട്ടുണ്ട്, ജെറമ്യായ്ക്ക് കൊടുത്തിട്ടുണ്ട്. അതൊന്നുമല്ല, വട്ടായിലച്ചന് ഏറ്റവും പുതിയതൊരെണ്ണം കൊടുക്കണം എന്ന് കർത്താവ് ആഗ്രഹിക്കുക. നിങ്ങളെക്കുറിച്ച് അങ്ങനെ തന്നെയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് ഏറ്റവും നല്ലത് നിങ്ങൾക്ക് തരണം. ഇതുവരെ കൊടുത്തിട്ടുണ്ട് പലതും, അതൊന്നും പോലെ ഇതുവരെ കൊടുക്കാത്ത പുതിയത് നിങ്ങൾക്ക് തരാൻ വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുകയാണ്. സ്വർഗത്തിലെ എല്ലാ നന്മകളും നമുക്ക് പേഴ്സണലായിട്ട് നമുക്ക് ഓരോരുത്തർക്കും നൽകണമെന്ന് സ്വർഗസ്വനായ പിതാവ് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി ആഗ്രഹിക്കുക മാത്രമല്ല, സ്വർഗസ്വനായ പിതാവ് നമുക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ബൈബിളിൽ 1 സാമുവേൽ 9-ാം അധ്യായം മുതൽ ഒരു ദൈവ പൈതലിനെ ദൈവം വളർത്തുന്ന രംഗം നമുക്ക് കാണാൻ സാധിക്കും. സാവൂൾ എന്ന് പറയുന്ന ആദ്യത്തെ രാജാവിനെ ദൈവം വളർത്തി വലുതാക്കി കൊണ്ടുവന്ന ഒരു സംഭവമാണ് 1 സാമുവേൽ 9-ാമത്തെ അധ്യായം മുതൽ അവിടെ രേഖപ്പെടുത്തുന്നത്. 1 സാമുവേൽ 9-ാമത്തെ അധ്യായത്തിൽ ആദ്യത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? അവിടെ സാവൂൾ കിഷ് എന്ന് പറയുന്ന ഒരു കർഷകന്റെ മകനായി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. കിഷിന്റെ കഴുതകൾ കുറേ ഒരു ദിവസം കാണാതെ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഈ കിഷ് കുറേ നോക്കിയിട്ട് കഴുതകളൊന്നും തിരിച്ചു വരുന്നില്ല. അങ്ങനെ തിരിച്ചു വരാതെ വന്നപ്പോൾ കിഷിന്റെ പുത്രനായ സാവൂൾ പറഞ്ഞു, അപ്പ വിഷമിക്കണ്ട, ഞാൻ പോയി എല്ലാ കഴുതകളെയും വരയ്ക്ക് ഇപ്പം തിരിച്ചു കൊണ്ടുവന്നേക്കാന്ന് പറഞ്ഞ്, അന്നിട്ട് സമർത്ഥനായിരിക്കണം. അതുകൊണ്ട് അവൻ അപ്പനോട് പറഞ്ഞു, ഞാൻ പോയി കൊണ്ടുവരാന്ന് പറഞ്ഞ് വേലക്കാരെ കൂട്ടി സാവൂൾ കഴുതയെ അന്വേഷിച്ച് പോയി. അവൻ നല്ലൊരു കർഷക പുത്രനാണ്, നല്ല സ്വഭാവമാണ്, നിഷ്കളങ്കനാണ്, സിൻസിയറാണ്, ജെനുവിനാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ കുറേ നാൾ കുറച്ച് ദിവസങ്ങളൊക്കെ കഴുതനെ അന്വേഷിച്ചു. വയനാട് മുഴുവൻ നോക്കി കണ്ടില്ല, താഴ്വാരങ്ങളിൽ നോക്കി കണ്ടില്ല. അങ്ങനെ 3-4 ദിവസം കഴുതനെ അന്വേഷിച്ച് കൂടല്ലൂർ ഭാഗത്തേക്ക് പോയി കാണും, എന്നിട്ടും കണ്ടില്ല. അങ്ങനെ ഇനി മണിമൂലി വഴി പാലക്കാടേക്ക് ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഈ കിഷിൻ്റെ പുത്രനായ ഈ സാവൂൾ പെട്ടെന്ന് പറഞ്ഞു, അതെ, നമുക്ക് കഴുതേനെ അന്വേഷിച്ച് പോക്കൾ നിർത്താം. കാരണം നമ്മുടെ അപ്പൻ വീട്ടിലിരിക്കുക. നമ്മുടെ അപ്പൻ ഇപ്പോൾ കഴുതകളുടെ കാര്യം വിട്ട് കഴുതകളെ അന്വേഷിക്കാൻ പോയാൽ നമ്മളെക്കുറിച്ച് ആയിരിക്കും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്ത് പറ്റി എന്നായിരിക്കും അപ്പൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കഴുതകളെ കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് തിരിച്ച് അപ്പൻ്റെ അടുത്തേക്ക് പോകാമെന്ന് സാവൂള് ഭൃത്യന്മാർക്ക് നിർദ്ദേശം കൊടുക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ഒരു സാധാരണ ഒരു ഭൃത്യം ഉണ്ടായിരുന്നു. വലിയ ബോധമൊന്നുമില്ല, ഒരു നോർമൽ ബോധമുള്ള സാധാരണ ഭൃത്യൻ. അങ്ങനെയുള്ള ഒരു വഴിയാണ് പലപ്പോഴും രക്ഷ വരുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ആ ഭൃത്യം പറഞ്ഞു, എൻ്റെ യജമാനനെ, ഇവിടെ തൊട്ടടുത്തൊരു മലയുണ്ട്, അവിടെ ഒരു ദൈവപുരുഷനുണ്ട്. നമുക്ക് അവിടെ പോയി ആ ദൈവപുരുഷനെ കണ്ടാൽ ഒരു പക്ഷേ നമ്മുടെ നഷ്ടപ്പെട്ടു പോയ കഴുതകളെ എവിടെ കണ്ടുകിട്ടുമെന്ന് അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുമായിരിക്കും. സൗള് ഓക്കെ എന്നാ പിന്നെ നീ പറഞ്ഞ അനുസരിച്ച് ഒന്ന് പോയേക്കാം, ഏതായാലും ഇവിടം വരെ ആയില്ലേ, പോയേക്കാന്ന് പറഞ്ഞ് പിറ്റേ ദിവസം ആ മലയിലേക്ക് ചെന്നു. അവിടെ സാമുവേൽ പ്രവാചകൻ വന്നിരിക്കുകയാണ്. സാമുവേൽ പ്രവാചകൻ ബലിയർപ്പിക്കാൻ പോകുന്നതിന് ആ സമയത്ത് സാമുവേൽ പ്രവാചകനോട് വിവരം പറഞ്ഞു. അപ്പോൾ സാമുവേൽ പ്രവാചകൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, ഇന്നിവിടെ വിശ്രമിക്കുക, ഞാൻ പോയി കുർബാന പ്രാർത്ഥനയൊക്കെ ചെയ്ത് എൻ്റെ ബലിയർപ്പണം എല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പോൾ ഞാൻ നിനക്ക് വിവരം തരാം. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമയത്ത് ദൈവം സാവൂളിനോട് പറഞ്ഞത് എങ്ങനെയാണ്? ഇതാ, ഇന്നലെ ഞാൻ നിന്നോട് പറഞ്ഞ ആ യുവാവ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവനെയാണ് നീ ഇസ്രായേൽ ജനത്തിൻ്റെ രാജാവായി അഭിഷേകം ചെയ്യേണ്ടത്. സാവൂള് രാജാവ് വന്നതാണോ?
വീട്ടിലെ കഴുതേനൊക്കെ കൊണ്ടുകൊടുത്ത് വീട്ടിലെങ്ങനെയെങ്കിലും കുറച്ച് സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന ആളാണ് സാവൂൾ. പക്ഷേ ദൈവത്തിന് സാവൂളിനെ കുറിച്ചുള്ള ചിന്ത എന്താണ്? ഈ സാവൂളിനെ അനുഗ്രഹിച്ച് അവനെ രാജാവാക്കി അവനെ ഇസ്രായേൽ നാട്ടിലേക്ക് വെച്ച് ഏറ്റവും വലിയ മനുഷ്യനാക്കണം, അവനെ ഉയർത്തി കൊണ്ടുവരണം, അവനെ സ്വർഗത്തിൽ പിതാവിൻ്റെ അടുത്തേക്ക് എത്തിക്കണം, അങ്ങനെ എല്ലാ നന്മകൾ ഭൂമിയിലും സ്വർഗത്തിലും കൊടുക്കണം എന്ന് സാവൂളിനെ കുറിച്ച് ദൈവം ചിന്തിക്കുകയാണ്. ഹല്ലേലൂയ. അത് സാവൂളിനെ കുറിച്ചുള്ള ഈ ചിന്ത സാമുവേൽ പ്രവാചകനോട് സാവൂൾ വരുന്നതിൻ്റെ തലേ ദിവസം തന്നെ പറഞ്ഞു കൊടുത്തു. അപ്പൊ ഇത് സാവൂൾ വന്ന സമയത്തുള്ള ചിന്തയില്ല. അപ്പൊ നിങ്ങൾ ഇവിടെ വന്ന് ഇരിക്കുന്ന സമയത്തല്ല, നിങ്ങൾ ഇവിടെ ഇരിക്കുന്നതിന് മുമ്പ് തന്നെ തലേ ദിവസം തന്നെ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. ഇന്ന ദിവസം എൻ്റെ മകൻ വരും, എൻ്റെ മകൾ വരും, എൻ്റെ മകൻ എൻ്റെ മകളെ ഞാൻ അവിടെ കൊണ്ടുവരും, അവിടെ വെച്ച് എൻ്റെ മകളെ ഞാൻ അനുഗ്രഹിക്കും, അവിടെ വെച്ച് എൻ്റെ മകനെ ഞാൻ അനുഗ്രഹിക്കും. ദൈവം നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ട്. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. പക്ഷേ നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്നത് എന്താ? കുടുംബത്തിലുള്ള സ്വാഭാവികമായ ഒരു സംഭവമാണ്. കഴുത നഷ്ടപ്പെട്ടു പോവുക, അല്ലെങ്കിൽ കിണർ കുത്തിയിട്ട് വെള്ളം കിട്ടാതിരിക്കുക, അതും അല്ലെങ്കിൽ കൃഷിയെല്ലാം നശിച്ചു പോയി, അതുമല്ലെങ്കിൽ കുട്ടിക്ക് രോഗം വന്ന്, സ്വാഭാവികമായൊരു സംഭവമാണ്. ആ സംഭവം ആണ് നമ്മുടെ ഈ വരവിൻ്റെ പുറകിലുള്ളത്. എങ്കിലും സത്യത്തിൽ ദൈവത്തിൻ്റെ ഒരു പദ്ധതി അനുസരിച്ച് എൻ്റെ ജീവിതത്തെ മുഴുവനും മാറ്റിമറിക്കുന്ന ഒരു അനുഗ്രഹം തരാൻ വേണ്ടി ദൈവം എന്നെ ഒരുക്കി ഇവിടെ എത്തിക്കാൻ വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ സാവൂൾ അവിടെ ചെന്നു. പ്രവാചകൻ പറഞ്ഞു, ഓക്കെ, നിന്നെക്കുറിച്ച് എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്, നീ ഒരു കാര്യം ചെയ്യ്, നീ അവിടെ ഇരിക്കും, ഞാൻ കുർബാന അർപ്പിച്ച് അല്ലെങ്കിൽ ബലിയർപ്പിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അവിടെ കീപ്പ് ചെയ്തു. അങ്ങനെ സാമുവേൽ പ്രവാചകൻ പിറ്റേ ദിവസം സാവൂളിനെ എഴുന്നേപ്പിച്ചിട്ട് പറഞ്ഞു, നമുക്ക് മുമ്പോട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ സാവൂളിൻ്റെ കൂടെയുള്ള ഭൃത്യന്മാരെല്ലാം കുറച്ച് മുമ്പേ വിട്ടിട്ട് സാവൂളിനെ മാത്രം സാമുവേൽ പ്രവാചകന്റെ കൂടെ നിർത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഭൃത്യന്മാർ കുറേ ദൂരെ പോയ സമയത്ത് സാമുവേൽ പ്രവാചകൻ താൻ നേരത്തെ കരുതി വെച്ചിരുന്ന അഭിഷേക തൈലം എടുത്ത് സാവൂളിൻ്റെ തലയിലേക്ക് ഒഴിച്ച്, എന്നിട്ട് സാവൂളിനോട് പറഞ്ഞു, നിന്നെ ഇസ്രായേലിൻ്റെ രാജാവായി അഭിഷേകം ചെയ്തിരിക്കുന്നു. സാവൂൾ അതനുസരിച്ച് വന്നതല്ല. സാവൂളിന് ആകെ ആഗ്രഹമുള്ളത് നഷ്ടപ്പെട്ടു പോയ കഴുതേനെ അവിടെ കണ്ടുകിട്ടുന്നത് മാത്രമേ ആഗ്രഹമുള്ളൂ. പക്ഷെ ദൈവം ഇപ്പം സാവൂളിനെ എന്താക്കി മാറ്റി? ദൈവം സാവൂളിനെ അഭിഷേകം ചെയ്ത് ഇസ്രായേൽ ജനത്തിൻ്റെ രാജാവാക്കി ഉയർത്തി. പക്ഷെ സാവൂളിന് ആ സമയത്ത് പ്രത്യേകിച്ച് ഫീലിംഗ് ഒന്നും ഉണ്ടായില്ല. ഒരു വിറയ്ക്കലോ ഒരു ഇടിവാള് മിന്നുന്ന പോലെയോ അല്ലെങ്കിൽ ഈ കാലിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ തരിവ് കറണ്ട് അടിക്കണ പോലെ ഒരു അനുഭവം കയറി വരലോ അതൊന്നും ഉണ്ടായില്ല. ഒന്നും ഉണ്ടായിട്ടില്ല. നിങ്ങളുടെ തലേ കുറെ വെളിച്ചെണ്ണ ഒരാളോട് ഒഴിച്ച് എങ്ങനെ അതേപോലെ ഒരു ഫീലിംഗും ഇല്ല, ഇങ്ങനെ നിന്നു. ദൈവം നേരിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുമ്പോഴും നമുക്ക് പ്രകടമായ അനുഭവങ്ങൾ ഉണ്ടാകണം നിർബന്ധമില്ല. അങ്ങനെ ഇടപെടുന്നുണ്ട്. ദൈവത്തിന് ഇഷ്ടമാണത്. ഒരു ദൈവത്തിന് ബൈല വെക്കണ്ട. ദൈവത്തിന് ഇഷ്ടം പോലെ കാറ്റതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. ഇഷ്ടം പോലെ ദൈവം പ്രവർത്തിക്കും. നമുക്ക് ദൈവത്തിന് പ്രത്യേകിച്ച് ഒരു വരയ്ക്കേണ്ട ആവശ്യമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ സാമുവേൽ സാവൂളിനെ അഭിഷേകം ചെയ്തു. നമ്മൾ വായിക്കുന്നത് 10-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ വാക്യത്തിലാണ്. 1 സാമുവേൽ 10-ാം അധ്യായം 1-ാമത്തെ വാക്യം. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? സാമുവേൽ ഒരു പാത്രം ഒലിവെണ്ണ എടുത്ത് സാവൂളിൻ്റെ ശിരസിൽ ഒഴിച്ച് അവനെ ചുംബിച്ച് എന്നിട്ട് പറഞ്ഞു, കർത്താവ് തൻ്റെ ജനത്തിൻ്റെ ഭരണാധികാരിയായി നിന്നെ അഭിഷേചിച്ചിരിക്കുന്നു. അവിടുത്തെ ജനത്തെ ഭരിക്കുകയും എല്ലാ ശത്രുക്കളിൽ നിന്ന് അവരെ സംരക്ഷിക്കുകയും ചെയ്യണം. തൻ്റെ അവകാശമായ ജനത്തിന് രാജാവായി കർത്താവ് നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അപ്പോൾ പ്രകടമായ അനുഭവം ഇല്ലാത്തതുകൊണ്ട് സാവൂൾ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്ന സമയത്ത് 3 അടയാളങ്ങൾ കൊടുത്തു. നിന്നെ ദൈവമാണ് ഇങ്ങനെ അഭിഷേകം ചെയ്തിരിക്കുന്നത്, എൻ്റെ അടയാളമായി 3 ഉണ്ട്. 1, നീ ഇവിടുന്ന് പോകുമ്പോൾ നീ തിരിച്ചു ചെല്ലുന്നതിന് മുമ്പ് തന്നെ നീ അന്വേഷിച്ചുകൊണ്ടിരുന്ന കഴുതകളെല്ലാം തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ടാവും. 2, നീ പ്രവാചക ഗണത്തെ കാണും, അവരോടൊപ്പം നീയും പ്രവചിക്കും. പിന്നെ നിനക്ക് അപ്പം കിട്ടും. അങ്ങനെ ഒരു 3 അടയാളങ്ങൾ സാമുവേൽ പ്രവാചകൻ പറഞ്ഞു കൊടുത്തു. ആ അടയാളങ്ങളെല്ലാം അതുപോലെ സംഭവിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ദൈവമാണ് അത് ചെയ്തത് എന്നതിന് ഒരു ആത്മീയമായ അടയാളം ദൈവം സാമുവേൽ പ്രവാചകൻ വഴി സാവൂളിന് കൊടുത്തു. എന്തായാലും സാവൂൾ തിരിച്ച് വീട്ടിൽ ചെന്ന സഹോദരന്മാരൊക്കെ പലതും തലങ്ങും ചോദിച്ചെങ്കിലും ഒന്നും പ്രത്യേകിച്ച് പറയാൻ നിന്നില്ല. രാജാവാണ്, ഇപ്പൊ ഇസ്രായേൽ ജനത്തിന് രാജാവാണ് ഈ വന്ന് നിൽക്കുന്നത്. അന്ന് വരെ ഇസ്രായേൽ ജനത്തിന് രാജാവില്ല.
ദൈവം നേരിട്ട് ദൈവജനത്തിന് വേണ്ടി പുതിയൊരു രാജാവിനെ അഭിഷേകം ചെയ്തും കഴിഞ്ഞു. പക്ഷേ ഈ സാവൂൾ വീട്ടിൽ ചെന്ന് അപ്പനോടോ സഹോദരങ്ങളോടോ ഒന്നും പറഞ്ഞില്ല. കഴുതനെ വയ്ക്കാനും കൃഷിയുടെ കാര്യങ്ങളൊക്കെ നോക്കാനൊക്കെ ആയിട്ട് അങ്ങനെ സാധാരണയായി പോയിക്കൊണ്ടിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം ചിന്തിച്ച് ഇവനെ രാജാവാക്കിയിട്ടും ഇവന് രാജാവാകണമെന്ന് യാതൊരു താല്പര്യമില്ല. സാവൂൾ ഇങ്ങനെ താല്പര്യമൊന്നുമില്ലാതെ ഇങ്ങനെ സാധാരണ പോലെ ജീവിക്കുമ്പോൾ ഈ സാവൂളിൻ്റെ അഭിഷേകത്തെ അദ്ദേഹത്തിന് തിരിച്ചറിവ് കൊടുക്കുന്നതിന് വേണ്ടി ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങി. ദൈവം അടുത്ത രാജ്യത്ത് പോയി. അടുത്ത രാജ്യത്തെ രാജാവിൽ ദൈവം അങ്ങോട്ട് പ്രവർത്തിച്ച് ആ രാജാവ് ഈ ഇസ്രായേൽ ജനത്തെ ആക്രമിച്ചു. ഇസ്രായേൽ ജനത്തെ ആക്രമിച്ച് ഒരു ഗോത്രത്തെ മുഴുവൻ അടിമകളാക്കി വെച്ച്, അങ്ങനെ അടിമകളാക്കിയതിന് ശേഷം അവരോട് പറഞ്ഞു, നിങ്ങളുടെ ഗോത്രത്തിലുള്ള എല്ലാ പുരുഷന്മാരുടെയും വലത് കണ്ണ് കുത്തിയെടുത്ത് കളയാൻ പോവുകയാണ്. ഈ വാർത്ത പെട്ടെന്ന് ബാക്കി 11 ഗോത്രങ്ങളിലും അറിഞ്ഞു. അപ്പം എല്ലാവരും വാവിട്ട് നിലവിളിക്കുകയാണ്, ദൈവമേ, ഇത്ര ഒരു ശത്രു രാജാവ് വന്ന് ഒരു ഗോത്രത്തെ മുഴുവൻ അടിമകളാക്കിയിട്ട് ആ ഗോത്രത്തിലെ പുരുഷന്മാരെല്ലാം കണ്ണ് കുത്തിപ്പറിച്ച് കളയാൻ പോവാണെന്ന് കേട്ടപ്പോൾ ഇവർക്ക് ഭയങ്കര എല്ലാ ഗോത്രത്തിലും കരച്ചിലും നിലവിളി ഉയർന്നു. അങ്ങനെ ഒരു ദിവസം സാവൂള് കാട്ടിൽ പോയി കഴുതേനൊക്കെ നോക്കി വെള്ളമൊക്കെ തിരിച്ച് അങ്ങനെ കൃഷിയിടത്തിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഈ അലമുറയിട്ടുള്ള കരച്ചിൽ കേൾക്കുകയാണ്. ഉടനെ സാവൂള് ചോദിച്ചു, എന്താണ് ഇവിടെ ഉണ്ടായത്? ഇത്രമാത്രം കരയാൻ മാത്രം ഇവിടെ എന്തുണ്ടായി? പുതിയ രാജാവിന്റെ ജനറൽ നോളജ് നിങ്ങൾ ചിന്തിച്ചു നോക്കി. സാവൂളാണ് രാജാവ്, ദൈവം അഭിഷേകം ചെയ്തിരിക്കുന്ന ആളാണ്. പക്ഷേ അവൻ കാട്ടില്ല. അതുകൊണ്ട് ഈ ജനത്തിന് സംഭവിച്ച തകർച്ച, ഒരു ജനത്തിന്റെ ഒരു ഗോത്രത്തെ മുഴുവൻ പിടിച്ചോണ്ട് പോയിട്ട് അവൻ അറിഞ്ഞിട്ടില്ല. ഉടനെ ജനങ്ങൾ ചോദിച്ചു, സാവൂളെ നീ അറിഞ്ഞില്ലേ? സാവൂള് പറഞ്ഞില്ല. എന്താണ്ടായ? ശത്രു രാജാവ് വന്നു, നമ്മളെ ആക്രമിച്ചു, യുദ്ധം ഉണ്ടായി. യുദ്ധത്തിൽ നമ്മുടെ ഒരു ഗോത്രത്തെ മുഴുവൻ പിടിച്ചോണ്ട് ബന്ദികളാക്കി അവരുടെ കണ്ണൊക്കെ കുത്തിപ്പറിച്ച് കളയുമെന്നാണ് പറഞ്ഞിരിക്കണെന്ന് ആ ജനം സാവൂളിനെ അറിയിച്ചു. ഉടനെ തന്നെ സാവൂളിന്റെ മേൽ ഒരു ശക്തി അങ്ങോട്ട് ആവസിച്ചു. സാവൂൾ പറഞ്ഞു, ആരവിടെ? പറയേണ്ട മാത്രമേ ഈ ഇസ്രായേൽ ഗോത്രത്തിലെ 3 ലക്ഷത്തിൽ പരം ചെറുപ്പക്കാര് സാവൂളിന്റെ കൂടെ യുദ്ധത്തിന് തയ്യാറായി. ആദ്യത്തെ ആർമിയാണ്. ഇവന് പ്രത്യേകിച്ച് ഒരു സംവിധാനമൊന്നുമില്ല. ഇന്നത്തെ പോലെ മൊബൈൽ ഫോണോ ടെലികമ്മ്യൂണിക്കേഷൻ വിനിമയ ഉപാധികളോ ഒന്നുമില്ല. ഈ സാവൂൾ അവിടെ നിന്ന് 3 ദിവസം കൊണ്ട് 3 ലക്ഷത്തിൽ പരം യോദ്ധാക്കള് ചെറുപ്പക്കാര് സാവൂളിന്റെ കൂടെ യുദ്ധത്തിന് വരികയാണ്. പക്ഷെ ദൈവം അത്ഭുതകരമായി അവന്റെ കരങ്ങളിലൂടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ഇനി 3 ലക്ഷം പേരെ കൊണ്ട് പിറ്റേ ദിവസം യുദ്ധത്തിന് പോകണമെങ്കിൽ ഇവർക്ക് കൊടുക്കാൻ വേണ്ടി ആയുധം വേണ്ടേ? ഒരു കുന്തോ തോക്ക് എന്തെങ്കിലും വേണ്ടേ? ഒന്നും വേണ്ട. ഒരു കപ്പക്കോലെങ്കിലും എടുത്തു കൊടുക്കാൻ വേണ്ടേ? ഒന്നുമില്ല. ഈ 3 ലക്ഷം പേരായിട്ട് യുദ്ധത്തിന് പോവാണ്. ആയുധം കൊടുക്കാൻ ഇവന്റെ ഒന്നുമില്ല. ഇവൻ കാട്ടിൽ നിന്ന് വന്ന വരവാ. പ്രൈസ് ദി ലോർഡ് എന്നൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരൻ, എന്തിനു പറഞ്ഞു? ആ 3 ലക്ഷം പേര് അവിടെ നിന്നു. നമ്മുടെ സാവൂൾ പറഞ്ഞു, നമുക്ക് പോകാം, പിടിച്ചിങ്ങൾ കൊണ്ടുവരാന്ന് പറഞ്ഞു. നേരെ എതിർ ശത്രു രാജാവിനെ നേരെ പോയി ശത്രു രാജ്യത്തെ മുഴുവൻ തവിട് പൊടിയാക്കിയിട്ട് അവര് തിരിച്ചു വന്നു. അവർക്ക് മുമ്പേ ദൈവം പ്രവർത്തിച്ചു. അത്ഭുതകരമായ ഒരു വിജയം ദൈവം സാവൂളിന് കൊടുത്തു. തിരിച്ച് സാവൂൾ വരുന്നത്, ആദ്യം സാവൂളിനെ സാമൂൽ പ്രവാചകൻ ജനത്തിന് പരിചയപ്പെടുത്തിയായിരുന്നു, ഇവനാണ് ഇസ്രായേലിന്റെ രാജാവ് എന്ന്. അപ്പോൾ അന്നത്തെ ഒരുപാട് കുബുദ്ധികൾ അവിടെയുണ്ട്. ആ കുബുദ്ധികള് സാവൂളിനെ അംഗീകരിച്ചില്ല. അവര് സാവൂളിനെ നോക്കി പറഞ്ഞു, ഇവനെ വല്ല സൗന്ദര്യ മത്സരത്തിന് കൊണ്ടായ സമ്മാനം കിട്ടുമായിരിക്കും, അല്ലാതെ രാജാവാക്കിയിട്ട് എന്ത് കാര്യം? ഒരു യുവ കോമളൻ ഇങ്ങനെ ചാമ്പങ്ങ പോലുള്ള ഒരാളെ കിട്ടിയിട്ട് ശത്രുവിന് പോരാടാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെ ഈ കുബുദ്ധികൾ അവനെ ദുഷിച്ചു പറഞ്ഞു. അവന് സാവൂള് രാജാവായി ദൈവം അംഗീകരിച്ചെങ്കിലും, സാവൂളിനെ രാജാവായി പ്രവാചകൻ നിയമിച്ചെങ്കിലും ഒരുപാട് കുബുദ്ധികൾ അംഗീകരിച്ചില്ല. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. പകരം അവനെ ആക്ഷേപിച്ച് സംസാരിച്ച്. സാവൂൾ ഒന്നും മൈൻഡ് ചെയ്യാൻ പോയില്ല. അവന് പറയോ പറയാതിരിക്കുക സാവൂളിന് വിഷയമല്ല. അവൻ നേരെ കാട്ടിലേക്ക് അവനിപ്പോൾ കഴുതയ്ക്ക് വെള്ളം കൊടുക്കണം, അതാണ് അവൻ്റെ മുഖ്യ കാര്യം. അല്ലാതെ രാജാവാകണമെന്നോ ആളുകൾ കൂടെ നിൽക്കണമെന്നോ ഇതൊന്നും സാവൂളിന് വിഷയമുള്ള കാര്യമല്ല. അവർ നിൽക്കാതിരിക്കോ പറയോ പറയാതിരിക്കുക, അവരെ പാടായി. ഇത്രേ ഉള്ളൂ സാവൂളിന്. എനിക്ക് എൻ്റെ കഴുതയ്ക്ക് വെള്ളം കൊടുക്കണം, അതിന് തീറ്റ കൊടുക്കണം, ഇതാണ് സാവൂളിൻ്റെ മുഖ്യ ചിന്ത. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഇരിക്കുന്ന സാവൂളിനെ ദൈവം പടിപടിയായി ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ യുദ്ധം കഴിഞ്ഞ് വിജയശ്രീലാടനായി സാവൂൾ തിരിച്ചു വരുമ്പോൾ ആ കുബുദ്ധികളെല്ലാം ഏറ്റവും ഫ്രണ്ടിലുണ്ട്. അവർ പറഞ്ഞു, സാവൂൾ നിങ്ങൾ നാൾ വാഴട്ടെ. നമ്മൾ വിചാരിച്ച പോലെയല്ല, ഭയങ്കര ശക്തനാണ്, ഭയങ്കര കഴിവുള്ളവനാണ്, സാവൂൾ തന്നെ മതി നമ്മുടെ രാജാവ്. ഈ ഇസ്രായേൽ നാട്ടിലെ സകല ജനങ്ങളും
ഒരൊറ്റ ആൾ പോലും എക്സെപ്ഷൻ ഇല്ല. സകലരും സൗളിനെ രാജാവായി സ്വീകരിച്ചു. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ സാവൂൾ ഇപ്പോൾ മുടിചൂടാ മന്നനായി. സാവൂൾ ഒരു വാക്ക് പറഞ്ഞാൽ രാജ്യം മുഴുവനും അനുസരിക്കും. സാവൂൾ ഒരു നിർദ്ദേശം കൊടുത്താൽ അത് അതുപോലെ പാലിക്കും. സാവൂളിൻ്റെ കീഴിൽ രാജ്യം മുഴുവൻ ഒറ്റക്കെട്ടായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ സാവൂളിൻ്റെ ജീവിതത്തിലെ 1-ാം ഘട്ടം അവസാനിക്കുകയാണ്, 2-ാം ഘട്ടം ആരംഭിക്കുകയാണ്. ഇപ്പോൾ രാജാവാണ്, അധികാരമുണ്ട്, ജനങ്ങളെല്ലാം കൂടെയുണ്ട്, ഒന്നിനും കുറവില്ല. പറഞ്ഞാൽ ജനങ്ങളെല്ലാം അപ്പം ഓടി വരും. അങ്ങനെ എല്ലാം സാവൂളിൻ്റെ വരുതിയിലായി. ഇപ്പോൾ സാവൂളിൻ്റെ സ്വഭാവം മാറി. ഇപ്പം പണ്ടത്തെ പോലെയല്ല. പണ്ട് ഈ കഴുതകൾ അഴിച്ചുവിട്ട് കാട്ടിയിരുന്ന് മണിക്കൂറുകളോളം ദൈവത്തോട് സംസാരിക്കാം, ഇത്തിരി പ്രാർത്ഥിക്കാൻ കൃപയുണ്ടായിരുന്ന ആളാണ്. ഒരുപാട് നിഷ്കളങ്കനായിരുന്നു. അംഗീകരിക്കാതിരിക്കുക ഇതൊന്നും സാവൂളിന് വിഷയമായിരുന്നില്ല. ഇപ്പോൾ സാവൂളിൻ്റെ സ്വഭാവം മാറി. അവൻ ഭയങ്കര തിരക്കുള്ളവനായി. അങ്ങോട്ട് ഓടുന്നു, ഇങ്ങോട്ട് ഓടുന്നു, അവിടെ ഒരു വിജയസ്തംഭം സ്ഥാപിക്കുന്നു, ഇവിടെ ഒരു കോട്ട കെട്ടാൻ നോക്കുന്നു, ജനങ്ങളെ ഒരുമിച്ച് നടന്നു നോക്കുന്നു, ടെക്നിക്കുകൾ പഠിക്കുന്നു. ഒരുപാട് തിരക്കായി. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ച് നോക്കിക്കേ. ഒരു കാലത്ത് ദൈവത്തോടു കൂടെ ഒരുപാട് മണിക്കൂറുകൾ ചെലവഴിക്കായിരുന്നു, ഒരുപാട് പ്രാർത്ഥിക്കാൻ പറ്റുമായിരുന്നു, പള്ളി പോകുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുമായിരുന്നു. അത് മാറി. 10ാം ക്ലാസ്സായി, പഠിച്ചു, ജോലി കിട്ടി, പണമായി, അറിവായി, കൂട്ടുകാരായി, ഒരു വീടുമായി, ജീപ്പായി, വണ്ടിയായി, റോഡായി, ടെലിഫോണായി, മൊബൈലായി, ഒരുപാട് സംഗതികൾ വന്നപ്പോൾ എന്തായി? സ്വഭാവം മാറിപ്പോയി. സ്വഭാവം മാറി. ഇന്ന് ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ നേരെയില്ലാതായി. ഇന്ന് ദൈവത്തിൻ്റെ കൂടെ ഇരിക്കാൻ സമയമില്ലാതായി. ദൈവം പറയുന്നതൊക്കെ അബ്സേർഡിറ്റിയായി തോന്നാൻ തുടങ്ങി. ബൈബിളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ അബ്സേർഡിറ്റിയായി തോന്നാൻ തുടങ്ങി. അപ്പോൾ സാമുവേൽ പ്രവാചകൻ സാവൂളിനോട് വന്നിട്ട് പലതും പറയും. ഇപ്പോൾ സാമുവേലിനെ കാണുന്നത് തന്നെ സാവൂളിന് ഒരു മെനകേടായി. ഈ കിഴവനെ കൊണ്ട് തോറ്റു, ഈ വിധത്തിലാണ് മെന്റാലിറ്റി. മറ്റേത് അങ്ങനെയല്ല. സാമുവേൽ വരുന്നത് കാണുമ്പം തന്നെ ഭയങ്കര സ്നേഹവും സന്തോഷമായിരുന്നു. ദൈവത്തിൻ്റെ പ്രവാചകൻ വരുന്നു, ദൈവത്തിൻ്റെ ദൂതൻ, വലിയ സന്തോഷമായിരുന്നു. ഇപ്പോൾ സാമുവേൽ പ്രവാചകൻ വരുമ്പം സാവൂൾ ഇപ്പോൾ രാജാവാണ്, ഭയങ്കര ജനങ്ങളും ഭയങ്കര ആരവങ്ങളൊക്കെയാണ്. അപ്പോൾ പ്രവാചകൻ പഴയതുപോലെ ആ തോൾ സഞ്ചികളും തൂക്കി അങ്ങനെ നടന്നു വരുന്ന സമയത്ത് കഴവൻ വരുന്നുണ്ടല്ലോ എന്ന വിധത്തിൽ സാവൂളിന് ഇറിറ്റേഷനായി. ഇപ്പോൾ സാവൂൾ ചിന്തിക്കുന്ന എങ്ങനെയാണ്? ഈ സാമുവേൽ പ്രവാചകൻ പറയണത് കേട്ടിട്ടൊന്നും രാജ്യം ഭരിക്കാൻ പറ്റില്ല. ഈ സാമുവേൽ പ്രവാചകൻ പലതും പറയും, മൂപ്പർ കഥ തൊഴിലുള്ളൂ. പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഞാൻ രാജാവാ. അതുകൊണ്ട് ഈ വൃദ്ധൻ പറയണത് കേട്ടിട്ടൊന്നും രാജ്യം ഭരിക്കാൻ പറ്റില്ല. ഇതായി ഇപ്പൊ സാവൂളിന്റെ ചിന്ത. ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ ഇത് തന്നെ സ്ഥിതി. നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ. നിങ്ങൾ 100% ബൈബിളിൽ പറഞ്ഞൊക്കെ അനുസരിച്ച് നിങ്ങളുടെ ബിസിനസ് നടത്തിയാൽ ബിസിനസ് വിജയിക്കും തോന്നുന്നുണ്ടോ? ബൈബിളിൽ പറഞ്ഞ് മുഴുവൻ അനുസരിച്ച് ബിസിനസ് നടത്താൻ പറ്റുമോ? ബൈബിളിൽ പറഞ്ഞത് മുഴുവൻ അനുസരിച്ച് MLA ആയിരിക്കാൻ പറ്റുമോ? ബൈബിളിൽ പറഞ്ഞ് മുഴുവൻ അനുസരിച്ച് മുഖ്യമന്ത്രി ആയിരിക്കാൻ പറ്റുമോ? അങ്ങനെ മുഖ്യമന്ത്രിയായും പ്രധാനമന്ത്രിയായും പ്രസിഡന്റായിട്ട് ഇരിക്കുന്നവരുണ്ട്. പക്ഷേ നിങ്ങൾക്കത് പറ്റില്ല. എന്നുറക്കെ പറഞ്ഞ് ഹല്ലേലൂയ. കുറച്ച് കഴിയുമ്പോൾ, ഇപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ പറയരുത്, കുറച്ച് കഴിയുമ്പോൾ സ്ഥിതിയൊക്കെ മാറട്ടെ, ആ ഇറച്ചി എല്ലിൻ്റെ ഇടയിൽ കുത്തുന്ന കാലം വരും. അന്ന് പറയണതൊരു കാര്യമുണ്ട്, ഈ ബൈബിളിൽ പറഞ്ഞത് നോക്കി മുഴുവനും നോക്കി ജീവിക്കാൻ പറ്റില്ലെന്ന്. ബൈബിളിനെ നിഷേധിക്കും, കൂദാശകളെ നിഷേധിക്കും, അങ്ങനെ ദൈവികമായ എല്ലാത്തിനെയും നിഷേധിക്കും. ഇപ്പോൾ സാവൂളിൻ്റെ സ്ഥിതി അങ്ങനെയാണ്. സാവൂളിന് ഇതൊക്കെ അരോചകമാകാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം സാമുവേൽ പ്രവാചകൻ വന്ന് ഒരു കാര്യം നിർദ്ദേശം കൊടുത്തു. അങ്ങനെ നിർദ്ദേശം കൊടുത്ത സമയത്ത് അമലേക്യർ എന്ന് ശത്രു രാജാവിനോട് യുദ്ധം ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ച് വന്നപ്പോൾ പറഞ്ഞു, അമലേക്യ രാജ്യത്തുള്ള എല്ലാറ്റിനെയും വകവരുത്താനാണ് ദൈവം നിങ്ങൾക്ക് നൽകിയ നിർദ്ദേശം, നീ ഇത് പോയി അനുസരിക്കാൻ പറഞ്ഞു. അങ്ങനെ സാവൂൾ അമലേക്യരുമായിട്ടുള്ള യുദ്ധത്തിന് പോയി. അമലേക്യരെ ഒക്കെ വകവരുത്തി. എല്ലാം ദൈവം പറഞ്ഞ പോലെ വിജയം കിട്ടി. പക്ഷേ അപ്പോൾ സാവൂളിന് അതിനേക്കാൾ നല്ലൊരു ബുദ്ധി തോന്നി. സാവൂള് പറഞ്ഞു, ഇതിൽ ഏറ്റവും നല്ല ആടുമാടുകളെയും ഏറ്റവും നല്ല മൃഗങ്ങളെല്ലാം മാറ്റി നിർത്തണം, അത് ദൈവത്തിനൊരു സ്തോത്രബലി അർപ്പിക്കണം, ദൈവത്തിന് കൃതജ്ഞതയുടെ ബലി അർപ്പിക്കാൻ വേണ്ടി നല്ല ആടുകളെയും നല്ല കാളകളെയൊക്കെ മാറ്റി നിർത്താം എന്ന് സാവൂൾ സ്വന്തമായി തീരുമാനമെടുക്കാൻ തുടങ്ങി. കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ വരും. ഒരു ബെറ്റർ, എല്ലാ അനുസരണക്കേടിന് പുറകിൽ വേറൊരു നന്മ കാണിച്ച് പിശാച് പ്രലോഭിപ്പിക്കും. ഒരു ബെറ്റർ നന്മ പിശാച് കാണിക്കും. എന്നിട്ട് ദൈവം പറഞ്ഞത് നിഷേധിക്കാനും ദൈവം പറഞ്ഞത് അനുസരിക്കാതെ ഇരിക്കാനും പിശാച് പ്രലോഭിപ്പിക്കും. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ.
ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഈ സാവൂളിന്റെ ഫ്രണ്ടിൽ പിശാച് ഒരു നല്ല ബെറ്റർ നന്മ കാണിച്ചു. എന്താണ് അത്? ദൈവത്തിന് സ്തോത്രബലി അർപ്പിക്കുന്നത്. ഒരു യുദ്ധം കഴിഞ്ഞ് വിജയിച്ചു വരുമ്പോൾ ദൈവത്തിന് സ്തോത്രബലി അർപ്പിക്കണം. ദൈവത്തിന് സ്തോത്രബലി അർപ്പിക്കാൻ വേണ്ടി ഏറ്റവും നല്ല ആടുകളെയും കാളകളെല്ലാം രാജാവ് മാറ്റി നിർത്തി. ദൈവം പറഞ്ഞ എല്ലാത്തിനും കൊന്നു, അവിടെ നിന്ന് ഒന്നും എടുക്കരുത്, എല്ലാം കൊന്നു വരണം എന്നാണ് പറഞ്ഞത്. എന്നാൽ ഇവൻ കുറച്ച് മാറ്റി നിർത്തി. രാത്രി കാളകളുടെ ആടുകളുടെ മുക്രയുടെ ഉയർന്നു. സാമുവേൽ പ്രവാചകൻ ചോദിച്ചു, ഞാൻ ഈ കേൾക്കുന്ന സ്വരത്തിന്റെ അർത്ഥം എന്താണ്? അപ്പോൾ സാവൂൾ പറഞ്ഞു, അല്ലയോ പ്രവാചക, ദൈവത്തിന് നന്ദിയുടെ ബലി അർപ്പിക്കാൻ വേണ്ടി ഞാൻ നല്ല ആടുകളെയും കാളകളെല്ലാം മാറ്റി നിർത്തിയിരിക്കുക. അപ്പോൾ തന്നെ ദൈവത്തിന്റെ അപ്രീതി ദൈവം പ്രവാചകങ്ങൾ വെളിപ്പെടുത്തി. ദൈവം പ്രവാചകങ്ങൾ പറഞ്ഞു, സ്വന്തം ദൃഷ്ടിയിൽ ഭോഷനെങ്കിലും ഇസ്രായേൽ ഭവനത്തിന്റെ നേതാവല്ലേ നീ? അനുസരിക്കുന്നതോ ബലിയർപ്പിക്കുന്നത് ഏതാണ് വലുത്? അനുസരണം ബലിയർപ്പണത്തെക്കാൾ ശ്രേഷ്ഠം എന്ന പ്രസിദ്ധമായ വചനം അന്നാണ് ദൈവം നൽകിയത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാമുവേൽ എന്ത് പറഞ്ഞാലും സാവൂളിന്റെ ഉള്ളിൽ തട്ടാതെയായി. നിങ്ങൾ ചിന്തിച്ചു നോക്കുക. നിങ്ങൾ ആദ്യകാലത്ത് പണ്ടൊക്കെ ഒരു ധ്യാനം കൂടുന്ന സമയത്ത്, ആ ക്രിസ്ത്യൻ ധ്യാനം കൂടുന്ന സമയത്ത് യേശുവേ എന്ന് വിളിക്കുമ്പോൾ കണ്ണുനീർ നിറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചിരുന്ന കാലം ഉണ്ടായിരുന്നു. വെറുതെ ഒരു വചനം കേൾക്കുമ്പോൾ ഹൃദയത്തിൽ ടച്ചായി കരയുമായിരുന്നു. മണിക്കൂറുകൾ പോയിരുന്നു, പള്ളിയിൽ പോയിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു വചനം കേട്ടിട്ട്. നീങ്ങി സാവൂളിന്റെ വഴിയെ നീങ്ങി. ഇപ്പോ നേരിട്ട് ദൈവം എന്ന് പറഞ്ഞാൽ ഒന്നും തോന്നാതെയായി. കുർബാന അനുഭവമാകാതെയായി, ധ്യാന അനുഭവമാകാതെയായി, വചനം കേട്ട അനുഭവമാകാതെയായി. ഇപ്പൊ മാതാപിതാക്കന്മാർ എന്തെങ്കിലും പറഞ്ഞാൽ ഒരു ശല്യമായി മാറി. എന്നെ ആര് പഠിപ്പിക്കാന്ന് പറഞ്ഞു, ഞാൻ നോക്കിക്കോളാം. ഈ അരൂപി ആദ്യ തൊട്ടേ ദൈവത്തെ നശിപ്പിച്ചിരുന്ന അരൂപിയാണ് എന്നുറക്കെ പറഞ്ഞ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ സാവൂളിന്റെ പതനം അതിവേഗം മുന്നോട്ട് നീങ്ങാൻ തുടങ്ങി. ഇപ്പോ സാമൂൽ എന്ത് പറഞ്ഞാലും ഉള്ളിൽ തട്ടാതെയായി. ദൈവത്തിന്റെ ഒരു കൃപയും പ്രവർത്തിക്കാതെയായി. അങ്ങനെ സാവൂൾ വീണ്ടും മുന്നോട്ട് നീങ്ങി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ അരുതായ്മകൾ കുന്നുകൂടി. സാമുവേൽ പ്രവാചകൻ ആ മനുഷ്യനെ വിട്ടുപോയി. അതിനെക്കുറിച്ച് 13-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? 13-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ 2-ാമത്തെ വാക്യം അവിടെ കാണുന്നത് ഇങ്ങനെയാണ്: സാവൂളിനെ രാജാവാക്കിയതിനെ ഓർത്ത് ദൈവം ദുഃഖിച്ചു. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, നിങ്ങളെ ഇത്രയും ഉയർത്തിയ ദൈവം ഇന്ന് നിങ്ങളെ ഓർത്ത് സന്തോഷിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ആ എസ്റ്റേറ്റ്, ആ വീട്, ആ കല്യാണം, ആ ബന്ധുത്വം, ആ വിദ്യാഭ്യാസം, ആ കോളേജ്, ആ സ്ഥലം, അല്ലെങ്കിൽ നിങ്ങൾ ജോലി, ഇതിനൊക്കെ നൽകിയതിനെ ഓർത്ത് ദൈവം ഇന്ന് സന്തോഷിക്കുകയാണോ ദുഃഖിക്കുകയാണോ എന്ന് ചിന്തിച്ചു നോക്കണം. ഒരുപക്ഷെ ആ ജോലി കിട്ടുന്നത് വരെ നിഷ്കളങ്കതയും ദൈവസ്നേഹവും പ്രാർത്ഥനയും കൃപയും വിശുദ്ധിയെല്ലാം വളർന്നു വന്നിരുന്ന ഒരു അന്തരീക്ഷമായിരുന്നിരിക്കാം. ഒരു പ്രത്യേക ഘട്ടം വന്നോ, ദൈവത്തിന് അനുഗ്രഹം വന്നോ, ജീവിതത്തിന്റെ സ്വഭാവം ഗതി മാറി. പക്ഷേ സാവൂൾ തൻ്റെ തകർച്ച മനസ്സിലാക്കുന്നില്ല. അവൻ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാമുവേൽ പിന്നെ വരാതെയായി. ദൈവം അവനോട് സംസാരിക്കാതെയായി. എന്നിട്ടും അവന് വിഷയമില്ല. അനുതപിക്കുകയോ ദൈവത്തെ അന്വേഷിക്കുകയോ ഒന്നും അവൻ ചെയ്യാതെയായി. ഇപ്പൊ ദൈവത്തിന്റെ സ്വരമൊന്നും അവൻ കേൾക്കുന്നില്ല. പ്രവാചകൻ അവന്റെ അടുത്തേക്ക് വരുന്നുമില്ല. അവന് കോസലില്ലാതെ മുന്നോട്ട് നീങ്ങുകയാണ്. അങ്ങനെ അവൻ മുന്നോട്ട് നീങ്ങിയപ്പോൾ ഇതാ മറ്റൊരു വലിയ തകർച്ച അവനെ സമീപിച്ചു. അവനെതിരെ വേറൊരു രാജ്യം യുദ്ധത്തിന് വന്നു. അങ്ങനെ ആ രാജ്യം യുദ്ധത്തിന് വന്ന സമയത്ത് ഇപ്പോൾ ഇവന് യാതൊരു സ്വസ്ഥതയില്ല, സമാധാനമില്ല. രാത്രി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അങ്ങനെ ഉറക്കം വരാതെ അവനങ്ങനെ വിഷമിക്കുന്ന സമയത്ത് നാളെ യുദ്ധം നടക്കാൻ പോവാണ്. തലേരാത്രി ഇവന് ഉറക്കമില്ല. ഇവൻ വേദനിച്ചിരിക്കുകയാണ്. നിങ്ങൾ ഇവന്റെ ആദ്യത്തെ അവസ്ഥ ചിന്തിച്ച് നോക്കിയേ. അവനെതിരെ വലിയൊരു പ്രബലമായ രാജ്യം ആ യുദ്ധം ചെയ്തു, ഒരു ഗോത്രത്തെ മുഴുവൻ ബന്ദിയാക്കി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പോലും ഈ സാവൂൾ രാജാവിനൊരു കൂസലുമില്ല. അവൻ രാത്രി സുഖമായിട്ട് കടന്നുറങ്ങി. നേരെ വെളുപ്പിനെ എഴുന്നേറ്റ് വാ മക്കളെ പോവാന്ന് പറഞ്ഞ് ഉള്ളവരെ കൂട്ടിക്കൊണ്ട് പോയി. ആയുധമൊന്നും കാര്യമായിട്ടൊന്നും ഇല്ല. അവർ ചെന്നു, ദൈവം അവർക്ക് വിജയം കൊടുത്തു. ആദ്യത്തെ അത്ഭുതകരമായ വിജയം നേടിയ സാവൂളിനെ ഇപ്പൊ നിങ്ങൾ ഓർക്കണം. ഇപ്പൊ ഇവനെന്താ? ഇവന് രാജാവുണ്ട്, രാജ്യമുണ്ട്, സൈന്യമുണ്ട്, കിരീടമുണ്ട്, ആയുധങ്ങളുണ്ട്, എല്ലാ സന്നാഹങ്ങളുണ്ട്, സംവിധാനങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഇവന് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ഇവന്റെ അവസ്ഥ മാറി. ഇവന്റെ ദൈവസാന്നിധ്യം ഇവനിൽ നിഷ്ക്രമിച്ചു. ഇവൻ ടെൻഷൻ പിടിക്കാൻ തുടങ്ങി. അങ്ങനെ ടെൻഷൻ പിടിച്ച് രാത്രിയിൽ ഇവന് ഒരു സ്വസ്ഥതയില്ല. ഇവൻ രാത്രിയിൽ അവൻ എഴുന്നേറ്റു. അവൻ മന്ത്രിനെ വിളിച്ചു, മന്ത്രി എനിക്കൊരു സ്വസ്ഥത, എനിക്ക് ഉറക്കം കിട്ടണില്ല, എനിക്ക് ടെൻഷനാ, എനിക്ക് ഉറക്കം കിട്ടണില്ല. മന്ത്രി പറഞ്ഞു അവിടെ എങ്ങാനും കിടക്കാനുള്ള ഇത് വിളിച്ച് രാത്രിക്ക് നടക്കാനുള്ളൂ എന്ന്. മന്ത്രിക്ക് ഒരു റെസ്പെക്ട് ഇല്ലാതെയായി. എന്തായാലും ശരി, രാജാവ് മന്ത്രിയോട് പറഞ്ഞു, നീ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും പോയി ഒരു മന്ത്രവാദിയെ കൂട്ടിക്കൊണ്ട് വന്ന് എന്നെ ഒന്ന് രക്ഷിക്കാൻ നോക്കാൻ പറഞ്ഞു.
മന്ത്രി പറഞ്ഞു അവിടെ എങ്ങാനും കിടക്കുന്നു പറഞ്ഞ് മന്ത്രി മൈൻഡ് ചെയ്തില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുറേ കാലം കഴിയുമ്പോൾ നെല്ലൊഴിഞ്ഞ ചാക്ക് പോലെയാവും. നിങ്ങളുടെ ദൈവം നിങ്ങളെ വിട്ടുപോകുന്ന സമയത്ത് ആദ്യം നിങ്ങൾ അതിൻ്റെ വില മനസ്സിലാക്കില്ല. ഏറ്റവും അവസാനം നെല്ലൊഴിഞ്ഞ ചാക്ക് പോലെ മൂലയ്ക്ക് തള്ളിക്കഴിയുമ്പോൾ വിലയെല്ലാം മനസ്സിലാക്കാൻ തുടങ്ങും. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ഗതിയാണ് സഹോദരങ്ങൾ ഈ പറയണത്. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെ ആ രാത്രി രാജാവ് തന്നെ വേഷപ്രച്ഛന്നനായി അടുത്തൊരു രാജ്യത്തേക്ക് പോവുകയാണ് മന്ത്രവാദിനിയെ കണ്ടുപിടിക്കാൻ വേണ്ടി. ഈ സാവൂള് ഒരു കാലത്ത് ദൈവത്തിന്റെ വചനം അനുസരിച്ച് ദൈവവചന പ്രകാരം എതിരായി നിൽക്കുന്ന മന്ത്രവാദികളെയും മന്ത്രവാദിനികളും എല്ലാം രാജ്യത്ത് നിന്ന് പുറത്താക്കിയ ആളാണ്. ഒരു കാലത്ത് ദൈവവചനം അനുസരിക്കാൻ വേണ്ടി വില കൊടുത്ത ആളാണ്. എന്നാൽ കുറേ അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ വലുതായി വളർന്ന് ഒരുപാട് വളർന്നു കഴിഞ്ഞപ്പോൾ ഇപ്പം ദൈവം ഇല്ലാതെയായി. എല്ലാം അരാജകത്വമായി. അവൻ രാത്രിക്ക് അവൻ രക്ഷ തേടപ്പോൾ ദൈവം അവനില്ല. അവൻ രക്ഷ തേടാൻ വേണ്ടി മന്ത്രവാദിനികളെ തേടി പോവാണ്. ഇവന്റെ രാജ്യത്തിന് മന്ത്രവാദികളില്ലാത്തതുകൊണ്ട് അടുത്ത രാജ്യത്തേക്ക് മന്ത്രവാദിനികളെ അന്വേഷിച്ച് പോവുകയാണ്. എന്തോറിൽ ചെന്ന് മന്ത്രവാദിനിയെ കാണുകയാണ്. ഒരു കാലത്ത് നിങ്ങൾ നിഷിദ്ധമായി കരുതിയിരുന്നതും ചെയ്യാൻ അറച്ചിരുന്നതുമായ കാര്യങ്ങൾ ദൈവം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പന്നി ചെളി കിടന്ന് ഉരുളുന്ന പോലെ അതെല്ലാം ചെയ്ത് കൂട്ടും. സംശയമില്ല. അത് വളർച്ചയുടെ ഒരു ഘട്ടമാണെന്ന് ചിന്തിച്ചാൽ മതി. തകർച്ചയുടെ മൂർധന്യ അവസ്ഥയാണെന്ന് ചിന്തിച്ചാൽ മതി. മന്ത്രവാദിനിക്കൊന്നും ഇയാളെ രക്ഷിക്കാൻ പറ്റിയില്ല. പിറ്റേ ദിവസം യുദ്ധം ഉണ്ടായി. ആ യുദ്ധത്തിൽ ഇദ്ദേഹത്തെ അതിക്രൂരമായി അവരെ കൊലപ്പെടുത്തുകയാണ്. 1 സാമുവേൽ 31-4 വാക്യം. അവിടെ നമ്മൾ കാണുന്ന എങ്ങനെയാണ്, അങ്ങനെ ശത്രുവിന്റെ പിടിയിൽപ്പെട്ട് രക്ഷ നേടാൻ വഴിയില്ലാതായ സമയത്ത് അദ്ദേഹം സ്വന്തം വാൾ അവിടെ നിർത്തിയിട്ട് ആ വാളിന്റെ മുകളിലേക്ക് കമന്ന് വീണ് അങ്ങനെ ഉദരം പിളർന്ന് കുടല് പുറത്ത് ചാടി ചോര വാർന്ന് കിടക്കുന്ന സാവൂളിനെയാണ് കാണുന്നത്. വായിച്ചു നോക്കിക്കേ. 1 സാമുവേൽ 31:4 വായിച്ചു നോക്കിക്കേ. സാവൂൾ തൻ്റെ ആയുധവാഹകനോട് പറഞ്ഞു, ഈ അപരിച്ഛേദർ എന്നെ അപമാനിക്കുകയും കുത്തിക്കൊല്ലുകയും ചെയ്യാതിരിക്കേണ്ടതിന് വാളൂരി എന്നെ കൊല്ലുക. പക്ഷെ അവൻ ചെയ്തില്ല. അവൻ അത്യധികം ഭയപ്പെട്ടു. അപ്പോൾ സാവൂൾ സ്വന്തം വാളിന്മേൽ വീണ് മരിച്ചു. അവൻ വാളിന്റെ മുകളിലേക്ക് കമന്ന് വീണു. ഉദരം പിളർന്ന് കുടലെല്ലാം പുറത്ത് ചാടി ചോര കുളമായിട്ട് അവിടെ കിടന്ന് വട്ടം കറങ്ങാല്ലാതെ ജീവൻ പോണില്ല. ഈ സമയത്ത് വേറൊരു കൃത്യം വരുമ്പോ ഈ സാവൂൾ ഇങ്ങനെ കിടന്ന് വട്ടം ചുറ്റിക്കിടന്ന് കുടൽമാലെല്ലാം പുറത്ത് കിടന്ന് കളിക്കുകയാണ്. ചോരക്കുളത്തിൽ കിടന്ന് കളിക്കുകയാണ്. അപ്പോൾ സാവൂൾ പറയുന്ന വാക്കാണ് ഇത്. ശ്രദ്ധിച്ചു നോക്കിയ സാവൂൾ ആ ചോരക്കുളത്തിൽ കിടന്ന് പറയണ എന്താ? ഇതാ ഞാൻ വേദന കൊണ്ട് നീറുന്നു, എന്റെ പ്രാണനോ വിട്ടുപോകുന്നുമില്ല. ഇതാണ് ആദ്യത്തെ രാജാവിന്റെ സ്ഥിതി. എഴുന്നേറ്റ് നിന്നേ. ദൈവം നമ്മളെ വളർത്തി കൊണ്ടുവരുമ്പോൾ ദൈവത്തിന്റെ ആഗ്രഹമാണ് ദൈവത്തെ പോലെ വലുതാക്കണം, ദൈവത്തെ പോലെ ആക്കി മാറ്റണം. എന്നാൽ ഒരു നിശ്ചിത ഘട്ടം കഴിയുമ്പോൾ കൈവിട്ട് നടക്കാൻ തുടങ്ങും. ഒരു നിശ്ചിത ഘട്ടം കഴിയുമ്പോൾ പ്രാർത്ഥന ഉപേക്ഷിക്കും. ഒരു നിശ്ചിത ഘട്ടം കഴിയുമ്പോൾ ദൈവത്തെ ഉപേക്ഷിക്കും. ഒരു നിശ്ചിത ഘട്ടം കഴിയുമ്പോൾ നമ്മൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മറ്റ് ജനതകളെക്കാൾ ദുഷ്ടരായി മാറും. കുടുംബത്തിന്റെ ഗതി എങ്ങോട്ടാണെന്ന് ചിന്തിക്കുക സഹോദരങ്ങളെ. ബൈബിളിൽ എന്തിനാ ഈ അധ്യായം എഴുതി വെച്ചിരിക്കുന്നത്? സാവൂള് മരിച്ചുപോയി. സാവൂളിന് വേണ്ടി അല്ല ഈ അധ്യായം എഴുതി വെച്ചിരിക്കുന്നത്. 1 കൊരിന്തോസ് 10:11 വായിക്കുന്നത് എങ്ങനെയാണ്? ഇതെല്ലാം അവർക്ക് ഒരു താക്കീതിനായിട്ടാണ് സംഭവിച്ചത്. നമുക്ക് ഒരു പാഠമാകേണ്ടതിന് അവയെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നു. യുഗങ്ങളുടെ അന്തിമഘട്ടം നമ്മിലാണല്ലോ വന്നെത്തി നിൽക്കുന്നത്. കരങ്ങൾ കൂപ്പി പിടിക്കാം. പിതാവായ ദൈവം തൊട്ട് വിളിക്കുകയാണ്, മകനെ, മകളെ, നീ ഒരുപക്ഷെ ഇന്ന് ദൂരാകന്ന് നിൽക്കുന്ന സമയമായിരിക്കാം. നീ തീർത്തും നശിച്ചു പോകാതിരിക്കാൻ നീ തിരിച്ചു നടക്കണം. ഒരുപക്ഷെ നിനക്ക് സ്വന്തം രക്ഷപ്പെടാൻ പറ്റാത്ത വിധം ഉൾപ്പടർപ്പിൽ അകപ്പെട്ടു പോയിരിക്കാം. പക്ഷേ എൻ്റെ കൃപ നിന്നെ സഹായിക്കും. നീ തിരിച്ചു നടക്കണം. മകനെ, മറന്നകന്നോ? നീ അകന്നു പോയോ? നീ ഇന്ന് എവിടെയാ? നിന്റെ ആത്മാവിന്റെ സ്ഥിതി ഇന്ന് എന്താ? നിന്റെ ഹൃദയം ഇന്ന് എങ്ങനെയാ? ഈ വിധത്തിൽ പോയി നീ അവിടെ ചെന്ന് അവസാനിക്കും. മകനേ, മറന്നകന്നോ നിന്റെ ഭവനം? പാഴ്മരുവിൽ ഏകനായി നീ പോയതെവിടെ? തിരിച്ചു വരും നിന്നെ മാറോടു ചേർക്കാൻ കാത്തു നിൽക്കുന്നിതാ.
ഭവനം പാഴ്മരുവിൽ ഏകനായി നീ പോയതെവിടെ? പ്രിയപ്പെട്ട ദൈവമക്കളെ, കരങ്ങൾ കൂപ്പി ജീവിക്കുന്നവനായ കർത്താവിന് മുമ്പിൽ വലിയൊരാഗ്രഹം നമുക്ക് പറയാം. എൻ്റെ ഹിതം പോലെ നടത്തരുത് കർത്താവേ, അങ്ങയുടെ ഇഷ്ടം പോലെ എന്നെ നയിക്കണമേ. എന്റെ ഹിതം പോലെ നടത്തരുതേ, തിരുഹിതം പോലെ നയിക്കണമേ. എല്ലാവരും ചേർന്ന് ഒരുമിച്ച് എന്റെ ഹിതം പോലെ നടത്തരുതേ, തിരുഹിതം പോലെ നയിക്കണമേ. ജീവിത പാതയിൽ പതറിടാതെ സ്വർഗഭവന തീരത്തുവോളവും രണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു, യേശുവേ. ഹൃദയം നുറുങ്ങി യേശുവിനെ വിളിക്കുന്നു, രക്ഷിതാവേ. പതറിടാതെ സ്വർഗഭവന